ഹായ് ഹലോ എവ്രി വൺ. കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു പെട്ടി അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു അൺബോക്സിങ് ചെയ്ത പെട്ടിന്റെ ഉള്ളിലുള്ളതായിരുന്നു ഈ ഒരു പെട്ടി. ഇതൊരു അടിപൊളി ഓർഗനൈസർ ആണ്. 3 ബോക്സസ് അതിൽ അറേഞ്ച്മെന്റ്സ് ചെയ്ത് വെച്ച് നമുക്ക് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തു. സോ ഇതുവരെയുള്ള എന്റെ ഓർണമെന്റ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു സ്റ്റാൻഡിലും പിന്നെ ക്രോഷ്യയിലും ഒക്കെ ആയിട്ടായിരുന്നു ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അതും തികയാതെ വന്നപ്പം ഈ ഒരു വുഡൻ ബോക്സിലും ആയിരുന്നു ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലൊക്കെയുള്ള സാധനങ്ങൾ മുഴുവൻ നമുക്ക് ഈ ഒരു ഓർഗനൈസറിലോട്ട് മാറ്റി വെക്കാം. ഏതായാലും ഫസ്റ്റത്തെ ബോക്സിൽ ഞാൻ 6 അറേഞ്ച്മെന്റ്സ് ആക്കിയിട്ട് പാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ബോക്സിന്റെ നടുക്കുള്ള ഷീൽഡ് നമുക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് സ്പേസ് കൂട്ടുകയൊക്കെ ചെയ്യാം. ഞാൻ ഏതായാലും ആ ഷീൽഡ് മൊത്തം വെച്ചിട്ട് 6 പാർട്ട് ആക്കി വെച്ചിട്ടുണ്ട്. അതിലേതായാലും ഞാൻ എന്റെ നെക്ലേസും ക്ലോ ക്ലിപ്സും പിന്നെ മൂക്കുത്തി അങ്ങനത്തെ കുറേയൊക്കെ സംഭവങ്ങളൊക്കെ ആയിരുന്നു ഫസ്റ്റിൽ ഇട്ടിട്ടുണ്ടായി. ഇതിൽ കുറച്ചെങ്കിലും ഭയങ്കര ടഫ് ആയിട്ടുള്ള ഒരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ നമ്മുടെ നെക്ലേസും മാലകളും ഒക്കെ ഇങ്ങനെ ഭയങ്കര മിക്സ് ആയി കിടക്കുകയായിരുന്നു, കുടുങ്ങി കിടക്കുകയായിരുന്നു. സോ ആ ഒരു ടൈം മാത്രമേ നമുക്ക് പോയിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ ഭയങ്കര സിമ്പിൾ ആയിട്ട് നമുക്ക് അറേഞ്ച് ചെയ്താൽ കഴിഞ്ഞു. ഏതായാലും ഇതിന്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ഇനി രണ്ടാമത്തെ പെട്ടിയിൽ നമ്മൾ ഓർണമെന്റ്സും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാൻ പോകും. ഏതായാലും ആദ്യത്തിനേക്കാട്ടിലും രണ്ടാമത്തെ പെട്ടി വേഗം ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി മൂന്നാമത്തേതും അവസാനത്തേതും ആയിട്ടുള്ള പെട്ടിയാണ് നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുന്നത്. ഇതൊക്കെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്റെ മനസ്സിലുള്ള ഒരു കാര്യമായിരുന്നു, ഇതെന്തേ ഞാൻ നേരത്തെ വാങ്ങാനിയെന്ന്. ഈ ഒരു ഓർഗനൈസർ ആകുമ്പോൾ നമുക്ക് ആവശ്യപ്രകാരം അത് എടുക്കും, പിന്നെ നമ്മൾ എങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് അവിടെ വെക്കുകയും ചെയ്യാം. ചെറിയ ചെറിയ ഓർണമെന്റ്സ് ഒക്കെ ആണെങ്കിൽ കളഞ്ഞു പോവില്ല. അവസാനം ഫില്ല് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ചുകൂടി സ്പേസ് ഉണ്ടായിരുന്നു. സോ നമ്മൾ മുട്ടുസൂചിയും കാര്യങ്ങളും അങ്ങനത്തെ സേഫ്റ്റി പിന്നും ഒക്കെ ആ ഒരു പാർട്ടിൽ വെച്ചും ചെയ്തു. പിന്നെ 3 പെട്ടിയും കൂടി അടുപ്പിച്ച് വെച്ച് നമ്മൾ ലോക്ക് ചെയ്തും ചെയ്തു. അവസാനം ഇതിന്റെ മേലെയുള്ള ആ ഒരു മൂടിയും കൂടി നമ്മൾ വെച്ചപ്പം ഫുള്ള് സെറ്റായി. സോ ഇതാണ് ഇതിന്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുണ്ടായത്. ഈ ഒരു കളർ ആയതുകൊണ്ടാണോ എന്നറിയില്ല, ഇത് ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഫൈനൽ ലുക്ക് എനിക്ക് ഏതായാലും നല്ല ഇഷ്ടമായി.